ഹലോ, നമസ്കാരം. ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നാട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് ഞാൻ നല്ലൊരു കാര്യം കണ്ടു. അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ വീട്ടിലേക്ക് ബ്രെഡും ബണ്ണൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണ്. വീട്ടിൽ അച്ഛനൊക്കെ ചായയിൽ മുക്കി കഴിക്കാനായിട്ട് വാങ്ങിക്കാറുണ്ട്. ഞാൻ പ്രവാസിയായിരിക്കുന്ന സമയത്ത് ബ്രെഡ് കഴിക്കുന്ന സമയത്ത് പാക്കറ്റും പ്രൊഡക്ഷൻ ഡേറ്റും അത് ഉണ്ടാക്കിയ ദിവസവും എത്ര ദിവസത്തിനുള്ളിൽ കഴിക്കണം എന്നുള്ളതും അതിൽ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. സാധാരണ 3 ദിവസമാണ് ബ്രെഡിനും ബണ്ണിനൊക്കെ അവർ കാലാവധി പറയുന്നത്. ആ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ കളർ വ്യത്യാസം ഒന്നും വന്നില്ലെങ്കിൽ കൂടി അതിൽ ഫംഗസൊക്കെ ഉണ്ടാവും. അപ്പൊ 3 ദിവസത്തിന് ശേഷം കഴിക്കാൻ പാടില്ല. 3 ദിവസത്തിനുള്ളിൽ അവിടുന്ന് എടുത്ത് മാറ്റിക്കൊള്ളണം. അവിടുത്തെ ഗൾഫ് കൺട്രീസിലൊക്കെ. നമ്മുടെ നാട്ടില് ബ്രെഡ് ബണ്ണ് അതുപോലെ വേറെ കുറെ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് കേടാവണ ഐറ്റംസ് ഒക്കെ അവര് പ്രൊഡക്ഷൻ ഡേറ്റ് അതിൽ കാണിക്കുന്നില്ല, യൂസ് ബൈ ഡേറ്റ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ പലതവണ നമുക്ക് ഇത് എന്നാണ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോണ സമയത്ത്, പലപ്പോഴും ഞാൻ വാങ്ങിക്കാൻ പോണ സമയത്ത് ഇപ്പൊ ഇന്ന് 24-ാം തീയതിയാണ് വാങ്ങിക്കാൻ പോണെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് യൂസ് ബൈ ഡേറ്റ് അതിൽ കാണാറുണ്ട് പതിവുള്ളത്. ഉണ്ടാക്കി വെച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതിൽ പാക്ക് ചെയ്യുന്നത് എങ്ങനെ അറിയാം? ചിലപ്പോൾ ഒരാഴ്ച മുൻപ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ബൈ ഡേറ്റ് 7 ദിവസം കഴിഞ്ഞിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതറിയാൻ പറ്റാം? കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ബ്രെഡ് വാങ്ങിച്ചിട്ട് 4-ാമത്തെ ദിവസം അതിൽ ഫംഗസ് ഞാൻ കണ്ടു. അപ്പോ സാധാരണ നാട്ടില് ഇവിടെ ആയാലും നമ്മള് ബ്രെഡ് ബണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ മാക്സിമം 3 ദിവസം മാത്രം യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ കണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഇന്ന് പേരെടുത്ത് പറയാണ് നല്ലൊരു കാര്യം. ഇന്ന് നല്ലൊരു കാര്യം കണ്ടത്, അവിചാരിതമായിട്ട് മാംഗോ പാക്കേഴ്സിന്റെ ഒരു പാക്കറ്റ് ബ്രെഡും ഒരു പാക്കറ്റ് ബണ്ണും ഞാൻ വാങ്ങിക്കാനിടയായി. അപ്പൊ അത് ആരും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന. അതിൽ പ്രത്യേകമായിട്ട് കണ്ട, ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രൊഡക്ഷൻ ഡേറ്റും എക്സ്പയർ ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അവർ 3 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാംഗോ ബേക്കേഴ്സിന് ഇരിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. ആളുകൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളതൊരു ബിസിനസ് മാത്രമായിട്ട് കണക്കാക്കാതെ അത് ആൾക്കാരുടെ ശരീരത്തിന് കേട് പറ്റാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സത്യം പറഞ്ഞത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ഭക്ഷ്യസാധനമാണെങ്കിലും അതിൽ പ്രൊഡക്ഷൻ ഡേറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും കാണിക്കണം, മസ്റ്റായിട്ട് കാണിക്കണം എന്നുള്ള എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയാം. അപ്പൊ ബ്രെഡ് ബണ്ണൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ മാക്സിമം 3 ദിവസത്തിനുള്ളിൽ കഴിച്ചു തീർക്കുക. അത് ദിവസങ്ങൾ കുറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് എടുത്ത് ചിലപ്പോൾ കളർ വ്യത്യാസമൊന്നും കാണില്ല, ചെറിയൊരു ഫംഗസ് മതി, പിന്നെ വയറ് ഒക്കെ പ്രശ്നങ്ങളാവാനായിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും കാണിക്കുക. അത് നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യേണ്ട ഒരു കടമയാണ്, അല്ലെ? ഇനി അഥവാ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കാം, 3 ദിവസത്തിനുള്ളിൽ കഴിച്ചു തീർക്കാം. ഇതൊരു ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെയും ഞാൻ മോശമാക്കി പറയുന്നതല്ല കേട്ടോ, അതിന് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത് മാത്രം. കാരണം മറ്റുള്ള കൺട്രികളിലൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ.